2 ഡോക്ടറേറ്റ് ഉണ്ടെന്ന് ഡോക്ടർ സുധീര അവരെ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ധന്യ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു കഥകൾ തന്നെ നമ്മുടെ മുൻപാകെ വെക്കുകയുണ്ടായി. ഞാൻ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമായിരിക്കും. വായനക്കൂട്ടത്തിൻ്റെ 17ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ മുഖ്യാതിഥിയല്ല, അതിഥി മാത്രമാണ്. മുഖ്യാതിഥികൾ അവാർഡ് ജേതാക്കളും അതുപോലെ ഇന്നത്തെ മുഖ്യ ആകർഷണ കേന്ദ്രവുമായ ഡോക്ടർ സുധീരയുമാണ്. ഏതായാലും അതിഥി എന്നുള്ള നിലയ്ക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വായനക്കൂട്ടം പലരും പറഞ്ഞ പോലെ 2009 ഫറൂഖിൽ ആരംഭിക്കുന്നത്. അന്ന് വായനയെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ മാസവും പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുക, അതുപോലെ വായനയോടനുബന്ധിച്ച മത്സരങ്ങളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വായനക്കൂട്ടം തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് വായനക്കൂട്ടം ക്രമേണ ഒരു എഴുത്തുകൂട്ടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എഴുതാത്തവർ വായനക്കൂട്ടത്തിൽ വന്നതിന് ശേഷം എഴുതാത്തവരും വായിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുമെല്ലാം തന്നെ പിൽക്കാലത്ത് സുപരിചിതരായിട്ടുള്ള എഴുത്തുകാരായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെല്ലാം തന്നെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അർപ്പണബോധവും അധ്വാനശീലവും എല്ലാം തന്നെ ആത്മാർത്ഥതയും എല്ലാം തന്നെ ഒരു സംഘാടകർ കാണിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ വായനക്കൂട്ടം ഇന്ന് 17ാം വർഷത്തിലെത്തി നിൽക്കുന്നത്. കഥയെക്കുറിച്ചും കവിതയെക്കുറിച്ചും അനുഭവക്കുറിപ്പിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പലരും ഈ വേദിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കവിതയും കഥയും ലേഖനങ്ങളുമെല്ലാം തന്നെ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം മാറ്റങ്ങൾ ആശാസ്യകരമായ മാറ്റങ്ങളുമാണ്. ഓരോ വരിയിലും ആ വരികൾക്കിടയിലൂടെ വായിക്കുവാൻ തക്ക വിധത്തിലുള്ള എഴുത്തുകളാണ് അധികം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ എഴുത്തുകാരാണെന്ന് എനിക്കറിയാം, വേദിയിലുള്ളവർ. അവരെല്ലാം തന്നെ മനുഷ്യ മനസ്സുകൾ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. വായനക്കൂട്ടത്തിൻ്റെ പ്രത്യേകത തന്നെ അത് ഫറൂഖിന് മാത്രമല്ല, ജില്ലക്കകത്തും പുറത്തും ഇന്ന് അറിയപ്പെടുന്ന സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. പലപ്പോഴും അവാർഡുകൾ നൽകാറുള്ളത് പല വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെയാണ്.
പക്ഷെ വായനക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവാർഡുകൾ നൽകപ്പെടുന്നത് കൃത്യമായ ഓരോ ജൂറി കമ്മിറ്റികൾ വെച്ച് അത് കർശനമായി വിലയിരുത്തിയതിന് ശേഷമാണ് അവാർഡുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ തീർച്ചയായും അഭിമാനകരമാണ്. അവാർഡുകൾ നൽകുമ്പോൾ എനിക്ക് നേരത്തെ തന്നെ അനുഭവമുണ്ട്. കോഴിക്കോട്ടെ ചില അവാർഡുകളെല്ലാം തന്നെ അതേത് രൂപത്തിലാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്, ഏത് രൂപത്തിലാണ് അതിൻ്റെ സംഘാടക സമിതികളെല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു 5-8 കൊല്ലം മുന്നേ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് പോകാറില്ല, അസുഖം. പക്ഷെ ഏത് നിലയ്ക്കും വായനക്കൂട്ടത്തിൻ്റെ അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വസ്തുത നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നും വായനക്കൂട്ടത്തിൻ്റെ അവാർഡുകളെല്ലാം തന്നെ ഇതേമാതിരി കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. ഡോക്ടർ സുധീര പറഞ്ഞൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 17 വർഷമായി വായനക്കൂട്ടം. അതിലവർ പറഞ്ഞത് പലരും പറഞ്ഞിവിടെ അവർ പറഞ്ഞൊരു പ്രത്യേക കാര്യം, വായനക്കൂട്ടം ഒരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങേണ്ട കാര്യം. ആ കാര്യത്തിലേക്ക് പുതിയ സംഘാടകർ, പുതിയ ഭാരവാഹികളും പ്രവർത്തകരും എല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നമുക്ക് ചുറ്റും പല ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം തന്നെ കഥകൾ, അതുപോലെ തന്നെ അത് നശിപ്പിച്ച ജീവിതങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ പലരും പറയുകയുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നും നന്മ പാഠങ്ങളുണ്ട്. മനുഷ്യ മനസ്സിനെ ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള രചനകളിലൂടെ ജാതിവിരുദ്ധ, മതവിരുദ്ധ, മതേതരത്വ സമീപനമുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരം നന്മകളെ കൂട്ടിയിണക്കുവാൻ നമുക്ക് സാധിക്കണം. എഴുത്തുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ നന്മയുടെ ആകാശം അവരുടേത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുടെ ആകാശം വിശാലമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.